Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഓഗസ്റ്റ് 5-ലെ നിഫ്റ്റി 50-ലെ വ്യാപാര സാധ്യതകളാണ്. ഓഗസ്റ്റ് 4 വരെയുള്ള പ്രൈസ് ആക്ഷൻ, അതാണ് നമ്മുടെ മുന്നിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. അതെ. ഇതിലെ പ്രധാന പോയിന്റ്സ് എടുത്ത് നാളത്തെ, അതായത് ഓഗസ്റ്റ് 5-ലെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് എന്തൊക്കെ പരിഗണിക്കാം എന്ന് നോക്കുക. അതാണ് ലക്ഷ്യം. തീർച്ചയായും. ഇപ്പോ നിഫ്റ്റി 50യുടെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിയാൽ ഒരു താഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു താഴോട്ടുള്ളൊരു ചായവ് അവിടെ കാണുന്നുണ്ട്. ശരിയാണ്. പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ വരുന്നത് ഏകദേശം 24,600 തൊട്ട് 24,640 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, 600-640. അതെ. അതുപോലെ റെസിസ്റ്റൻസ് നല്ലൊരു തടസ്സം വരുന്നത് 24,800-നും 24,820-നും ഇടയിലാണ്. അപ്പൊ ഈ രണ്ട് ലെവലുകൾക്കിടയിലാണ് കളി നടക്കുന്നത് അല്ലേ? 24,640, പിന്നെ മേളിൽ 24,820. ഇതിനിടയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു. അതെ, കറക്റ്റ്. വില അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഔട്ടിനോ അല്ലെങ്കിൽ താഴോട്ടൊരു ബ്രേക്ക് ഡൗണിനോ ഉള്ള സാധ്യത കൂടുന്നുണ്ട്. ശരി. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിപ്പോർട്ടിൽ പറയുന്നത് വില താഴോട്ട് പോകുമ്പോൾ വോളിയം കൂടുന്നുണ്ട്. അത് ശരിക്കും സൂചിപ്പിക്കുന്നത് സെല്ലേഴ്സ്, വിൽക്കുന്നവർ ഇപ്പോഴും കുറച്ച് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ആക്റ്റീവ് ആണ് എന്നാണ്. അതായത് താഴോട്ടുള്ള നീക്കത്തിന് ഒരു പിൻബലം കിട്ടുന്നുണ്ട് വോളിയം വഴി. അതെ. അതൊരു ബേരിഷ് സൂചനയായിട്ട് എടുക്കാമോ? എടുക്കാം. ഒരു പരിധിവരെ അതൊരു ബേരിഷ് സിഗ്നൽ തന്നെയാണ്, ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ റേഞ്ച്, അതായത് 640-നും 820-നും ഇടയിൽ നിന്നുകൊണ്ട് നാളത്തേക്ക് എന്തൊക്കെയാണ് ട്രേഡ് സെറ്റപ്പുകൾ? ആദ്യം വാങ്ങാനുള്ള ലോങ് എൻട്രി സാധ്യതകൾ നോക്കിയാലോ? നോക്കാം. ഇപ്പൊ ഈ റേഞ്ചിനുള്ളിൽ തന്നെ കളിക്കാനാണ് പ്ലാനെങ്കിൽ റിപ്പോർട്ട് പറയുന്നത് സപ്പോർട്ട് സോണിനടുത്ത്, അതായത് 24,660, 24,680 ആ ഒരു ഏരിയയിൽ വില എത്തുമ്പോൾ നോക്കാം എന്നൊരു സൂചന. വ്യക്തമായ ഒരു സിഗ്നൽ വേണം. അതെ. അത് കിട്ടിയാൽ സ്റ്റോപ്പ് ലോസ് ഒരു 24,640-ന് താഴെ വെച്ചിട്ട് ടാർഗറ്റ് 24,750 അല്ലെങ്കിൽ ഒരു 24,800 വരെ നോക്കാം. റേഞ്ചിന്റെ താഴെ നിന്ന് വാങ്ങുക എന്ന സ്ട്രാറ്റജി. ശരി. അത് റേഞ്ചിനുള്ളിൽ ഒരു ലോങ് സാധ്യത. ഇനി മുകളിലെ ആ റെസിസ്റ്റൻസ് സോൺ 24,800-820 അവിടെ തട്ടി താഴോട്ട് വരാനും സാധ്യതയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഷോർട്ട് ചെയ്യാനുള്ള അവസരം? തീർച്ചയായും. അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വില 24,800-820 സോണിൽ എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു മുകളിലോട്ട് പോകാൻ ഒരു മടി കാണിച്ച് താഴോട്ട് തിരിയുന്നതിന്റെ സൂചന കിട്ടിയാൽ, ഒരു ബെയറിഷ് പാറ്റേൺ പോലെ. അതെ, നല്ലൊരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ കണ്ടാൽ അവിടെ ഒരു ഷോർട്ട് എൻട്രി നോക്കാം. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഒരു 24,840-ന് മുകളിൽ വെക്കണം. ടാർഗറ്റുകൾ പിന്നെ താഴോട്ട് 24,700 അല്ലെങ്കിൽ ആ സപ്പോർട്ടിനടുത്തുള്ള 24,640 വരെയും ആകാം. അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെ തോന്നി, അങ്ങനെയൊക്കെയാണെങ്കിൽ മുകളിൽ നിന്ന് ഷോർട്ട് ചെയ്യാം. ക്ലിയർ. അപ്പോൾ റേഞ്ചിനുള്ളിലെ രണ്ട് സാധ്യതകളും നമ്മൾ കണ്ടു. ഇനി ഈ ബോക്സ് പൊട്ടിച്ചാലോ? ഒന്നുകിൽ മുകളിലേക്ക് 24,820-ന് മുകളിലേക്ക്, അല്ലെങ്കിൽ താഴെ 24,640-ന് താഴേക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, മുകളിലേക്കാണ് പൊട്ടിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവല് 24,830. അതെ, ആ ലെവലിന് മുകളിലേക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, പിന്നെ പ്രധാനമായിട്ടും നല്ല വോളിയം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതൊരു ബ്രേക്ക്ഔട്ട് എൻട്രി ആയിട്ട് എടുക്കാം. അപ്പൊ ലോങ് പോകാം. സ്റ്റോപ്പ് ലോസ് 24,790 വെക്കാം. ടാർഗറ്റ് 24,880, പിന്നെ 24,950 വരെയും പ്രതീക്ഷിക്കാം. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ സാധാരണ ഷോർട്ട് കവറിംഗ് വരും. അത് വിലയെ വീണ്ടും മുകളിലേക്ക് തള്ളാം. ശരി. ഇനി താഴേക്കാണ് ബ്രേക്ക് സംഭവിക്കുന്നതെങ്കിലോ? അതായത് ആ സപ്പോർട്ട് ലെവലായ 640 ബ്രേക്ക് ചെയ്ത് താഴേക്ക് 24,620 എന്ന ലെവലാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ലെവലിന് താഴേക്ക് വില നല്ല ശക്തിയായിട്ട് വോളിയത്തോടെ പോവുകയാണെങ്കിൽ അതൊരു ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ. അപ്പോ ഷോർട്ട് സെൽ ചെയ്യാം. കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 24,660 വെക്കാം. ടാർഗറ്റുകൾ 24,550, പിന്നെ 24,480 വരെ താഴേക്ക് പ്രതീക്ഷിക്കാം. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ പുതിയ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോ ഓഗസ്റ്റ് 5-ലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഒന്നുകൂടി പറയാം. മുകളിലെ റെസിസ്റ്റൻസ് 24,800 തൊട്ട് 820 വരെ,
താഴെ സപ്പോർട്ട് 24,660 തൊട്ട് 680 വരെ ഒരു സോൺ. അതെ. പിന്നെ ബ്രേക്ക്ഔട്ട് ലെവൽ 24,830, ബ്രേക്ക് ഡൗൺ ലെവൽ 24,620. കറക്റ്റ്. അപ്പൊ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്നുകിൽ ഈ 660നും 800നും ഇടയിലുള്ള റേഞ്ചിനുള്ളിൽ സിഗ്നലുകൾ നോക്കി കളിക്കുക. അതായത് താഴെ എത്തുമ്പോൾ ബൈ സിഗ്നൽ നോക്കുക, മുകളിൽ എത്തുമ്പോൾ സെൽ സിഗ്നൽ നോക്കുക. അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കുക. 24,830ന് മുകളിൽ പോയാൽ വാങ്ങുക, 24,620ന് താഴെ പോയാൽ വിൽക്കുക. ഏത് എൻട്രി എടുക്കുമ്പോഴും വോളിയം കൺഫർമേഷനും കാൻഡിൽ പാറ്റേണും നോക്കുന്നത് വളരെ പ്രധാനമാണ്. അത് മറക്കരുത്. അപ്പോ ശരിക്കും നിഫ്റ്റി ഒരു വെയിറ്റിംഗ് ഗെയിമിലാണ്. ഈ 24,640, 24,820 റേഞ്ചിന്റെ ഒരു തീരുമാനം വരാനുണ്ട്. ഇതിനുള്ളിലെ സാധ്യതകളും ഇത് ബ്രേക്ക് ചെയ്താലുള്ള സാധ്യതകളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഓഗസ്റ്റ് 5-ന് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ലെവലുകൾ എന്തായാലും ഉപകാരപ്പെടും. ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോ സംസാരിച്ചത് മുഴുവൻ പ്രൈസ് ആക്ഷൻ, അതായത് ചാർട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നിക്കൽ അനാലിസിസ് മാത്രം. അതെ. പക്ഷേ നാളെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ്, സാമ്പത്തിക വാർത്തകളോ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളോ വന്നാൽ ഈ ടെക്നിക്കൽ ലെവലുകളൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ശരിയാണ്. ഒരു വലിയ ന്യൂസ് വന്നാൽ ഈ ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്യാം. തീർച്ചയായും. അപ്പൊ ആ ഒരു സാധ്യത കൂടി എപ്പോഴും മനസ്സിൽ വയ്ക്കണം. ടെക്നിക്കൽ അനാലിസിസിനോടൊപ്പം ഫണ്ടമെന്റൽ കാര്യങ്ങളും വാർത്തകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വളരെ നല്ലൊരു പോയിന്റാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.